നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പൊതുവെ ഇടത്തേക്ക് ചായാൻ മടി കാണിച്ചിട്ടുള്ള മണ്ഡലമാണ് കോഴിക്കോട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മണ്ഡലത്തിന് പക്ഷേ നിറം കടും ചുവപ്പാണ്. ഹാട്രിക് തോൽവിയുടെ ക്ഷീണം തീർക്കാൻ ലക്ഷ്യമിട്ടാണ് ഇത്തവണ LDFന്റെ പ്രവർത്തനം. MK രാഘവനിലൂടെ ഒരിക്കൽ കൂടി മണ്ഡലം നിലനിർത്താമെന്ന UDF കരുതുന്നു. 1980-ൽ EK ഇമ്പച്ചി ബാവ ജയിച്ചതൊഴിച്ചാൽ പിന്നെ ഒരു വട്ടം പോലും CPIM സ്ഥാനാർത്ഥി ജയിക്കാത്ത മണ്ഡലം. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി MP വീരേന്ദ്രകുമാർ 2 തവണ പാർലമെന്റിലെത്തിയിട്ടുണ്ട്. അല്ലാത്തപ്പോഴെല്ലാം മുസ്ലിം ലീഗ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് മാത്രമായിരുന്നു ജയം. 2009-ൽ മണ്ഡല പുനർനിർണയം. ആകെ 7 നിയമസഭാ മണ്ഡലങ്ങൾ: ബാലുശ്ശേരി, എലത്തൂർ, കോഴിക്കോട് സൗത്ത്, നോർത്ത്, ബേപ്പൂർ, കുന്നമംഗലം, കൊടുവള്ളി. മണ്ഡല രൂപീകരണം മുതൽ കോഴിക്കോടിനെ ഉള്ളം കൈയിൽ ചേർത്തുപിടിക്കുന്നത് കോഴിക്കോട്ടുകാരുടെ രാഘവേട്ടൻ. കണ്ണൂരിൽ നിന്ന് കെട്ടിയിറക്കപ്പെട്ടവനെന്ന അപവാദത്തോടെയായിരുന്നു മത്സര രംഗത്തേക്കുള്ള പ്രവേശനം. പ്രതികൂല സാഹചര്യങ്ങളെയെല്ലാം മറികടന്ന് MK രാഘവൻ 2009-ലെ തെരഞ്ഞെടുപ്പിൽ PA മുഹമ്മദ് റിയാസിനെ 838 വോട്ടിന് തോൽപ്പിച്ചു. 2014-ൽ A വിജയരാഘവനെതിരെ MK രാഘവൻ ഭൂരിപക്ഷം 16,000 ഉയർത്തി. 2019-ൽ രാഘവനെ തളയ്ക്കാൻ LDF നിയോഗിച്ചത് കോഴിക്കോടിന്റെ ജനകീയനായ MLA A പ്രദീപ് കുമാറിനെ. പക്ഷേ UDF കൊടുങ്കാറ്റിൽ CPIM ഇറക്കിയ കൊലകൊമ്പനും അടിപതറി. ഭൂരിപക്ഷം 85,225 ഉയർന്നു. ചരിത്രം വീണ്ടും ആവർത്തിക്കുമെന്നും MK രാഘവന്റെ പ്രവർത്തന മികവ് മണ്ഡലത്തിലെ ജനങ്ങൾ മറക്കില്ലെന്നുള്ള പ്രതീക്ഷയിലാണ് UDF. 1,00,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി ജയിക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, കേരളീയ മനസ്സ് ഫാസിസത്തിനെതിരാണ്. ഫാസിസ്റ്റുകൾ നേരിടാൻ കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്ക് സാധിക്കുള്ളൂ എന്ന യാഥാർത്ഥ്യം മലയാളികൾക്കറിയാം. രണ്ടാമത്, പിണറായി സർക്കാരിനുള്ള ജനരോഷം. ആ ജനരോഷം നിസ്സാരമല്ല, പാർട്ടിക്കകത്തു പോലുണ്ട്. അതും UDF അനുകൂലമാണ്. മൂന്നാമത്, കഴിഞ്ഞ 15 വർഷക്കാലമായി MP എന്ന നിലയ്ക്ക് MK രാഘവനെ വിളിച്ചാൽ വിളിപ്പുറത്തായിരുന്നു MP. 24 മണിക്കൂറും പ്രവർത്തിച്ച MP ഓഫീസ്. പെട്ടിക്കാടുടെ മുതൽ വിമാനത്താവളത്തിൻ്റെ കാര്യങ്ങളോട്ട് MP. കൊടുവള്ളി ഒഴിച്ചാൽ 6 നിയമസഭാ മണ്ഡലങ്ങളും ഇടതുപക്ഷത്താണ്. സ്ഥാനാർത്ഥിയുടെ ഗുണങ്ങളും കഴിവുകളും കൃത്യമായി നിരീക്ഷിച്ച് വോട്ട് ചെയ്യുന്ന നഗരപ്രദേശങ്ങളിലെ ശീലം കോഴിക്കോടിനുമുണ്ട്. 1980-ന് ശേഷം ചെങ്കൊടി പാറാത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം തിരുത്തി കുറിക്കാനാണ് LDFന്റെ ശ്രമം. ഒരു ഭയപ്പാട് CPM-നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇല്ല. അങ്ങനെ ഒരു പ്രതിച്ഛായ MK രാഘവൻ ഇപ്പോഴില്ല. നേരത്തെ കുറച്ച് ആളുകളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവാം. ജനങ്ങൾക്ക് വളരെ വളരെ നിരാശയാണ്. അത് സംഘപരിവാറിന്റെ മുമ്പിൽ മുട്ടിട്ട് വറക്കുന്നു. നിഷ്ക്രിയമാണ്, ബിഗ് സീറോ ആണ്. അതാണ് പ്രശ്നം. അങ്ങനെ ഒരു MP ഉണ്ടായിട്ട് എന്ത് കാര്യം? പരമ്പരാഗതമായി UDFന് കിട്ടുന്ന വോട്ടുകളിലാണ് NDAയുടെ കണ്ണ്. മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മത്സരം കടുപ്പിക്കാമെന്ന് നേതൃത്വം കണക്കുകൂട്ടുന്നു. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിന് നരേന്ദ്രമോദി സർക്കാർ നൽകിയിട്ട് 477 കോടി രൂപയുടെ അതിൻ്റെ പണി ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് 195 കോടി രൂപയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തോടെ നമ്മുടെ ഹൈവേ, ദേശീയപാതയുടെ വികസനം, ഇങ്ങനെ ജനങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റാവുന്ന നിരവധി വികസന പ്രവർത്തനങ്ങൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോ വീടുകളും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഗുണഭോക്താക്കളുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ. കോഴിക്കോടിന്റെ സ്വന്തം രാഘവേട്ടൻ ഇങ്ങനെ പടിപടിയായി ഭൂരിപക്ഷം ഉയർത്തുന്നതാണ് നമ്മൾ കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പിലും കണ്ടത്. 4ാം അംഗത്തിലേക്ക് എത്തുന്നു എന്ന് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. സമരാഗ്നിയിൽ K സുധാകരൻ അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. സിറ്റിംഗ് MP മത്സരിക്കുന്നതിന് ഒരു മാറ്റമുണ്ടാകാനുള്ള സാധ്യതയും കോഴിക്കോട് ഒരു സാധ്യതയും കാരണം നേരത്തെ പറഞ്ഞത് കോഴിക്കോട്ടുകാരുടെ രാഘവേട്ടൻ MK രാഘവൻ മാറി. പക്ഷെ അദ്ദേഹം കണ്ണൂരുകാരനാണ്. അതെ, പയ്യന്നൂരുകാരൻ. അതെ, നമുക്ക് കോഴിക്കോട് നോർത്തിലെ ഒരു വോട്ടർ നമുക്കിടയിലുണ്ട് ഉണ്ണി സാർ. ആരാണ് അയാൾ? ഞാൻ നേരത്തെ പത്തനംതിട്ടയാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ വോട്ട് ആറ്റിങ്ങലിലാണ്. വോട്ട് ഞാൻ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. പക്ഷേ പലയിടങ്ങളിൽ മാറി താമസിച്ചിട്ടും വോട്ട് ഇപ്പോഴും കോഴിക്കോട് മണ്ഡലത്തിൽ നിലനിൽക്കുന്ന ഒരാളുണ്ട്. സ്മൃതി പരത്തിക്കാട്. ഞാൻ പഠിച്ചതും വളർന്നതും അവിടെയാണ്. കുറച്ചു കാലം വരെ വോട്ട് ചെയ്തിരുന്നു.
നമ്മൾ ഇലക്ഷൻ അപ്പൊ സമയത്ത് സ്വന്തം മണ്ഡലമാണ്, ഹോം ടർഫാണ്. അതെ. അപ്പൊ നമുക്ക് ആ മണ്ഡലത്തിന്റെ വോട്ടോഗ്രാഫ് നമുക്കൊന്ന് പരിശോധിക്കാം. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിന്റെ വോട്ടോഗ്രാഫിൽ എങ്ങനെയാണ് വോട്ട് വിഹിതം നിൽക്കുന്നത് നോക്കാം. കോഴിക്കോട് മണ്ഡലത്തിന്റെ ഇപ്പോഴത്തെ നില എങ്ങനെയാണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണ് മണ്ഡലം ചിന്തിച്ചത്, 2014, 2019 ഒപ്പം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 3 കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കോഴിക്കാട്ടുകാരുടെ രാഘവേട്ടൻ എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല, പടിപടിയായി ഭൂരിപക്ഷം ഉയർത്താൻ 2014 2019 അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് വളരെ കൃത്യമാണ്. 42.15% വോട്ടുകളാണ് 2014 MK രാഘവൻ MP-ക്ക് അവിടെ കിട്ടിയതെങ്കിൽ 2019 ആകുമ്പോൾ അത് 45.85% ആകുന്നു. 2021 നിയമസഭ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും സ്ഥിതി മാറുന്നു. മറ്റിടങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ കോൺഗ്രസും UDF-ഉം ഒക്കെ നേരിട്ട തകർച്ച അത് കോഴിക്കോട് മണ്ഡലത്തിലും പ്രകടമാണ്. വോട്ട് വിഹിതം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കുറയുകയാണ്. 36.24% എന്നതിലാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി LDF-ന്റെ കാര്യം നോക്കാം. LDF-ന് നേരിയ വ്യത്യാസമാണ് 2014 ഉണ്ടായിരുന്നത് UDF-ഉമായി, 40.65%. പക്ഷേ 2019 ആകുമ്പോഴേക്കും MK രാഘവൻ ഭൂരിപക്ഷം ഉയർത്തുന്നു എന്നതിന്റെ അർത്ഥം LDF-ന്റെ വോട്ട് വിഹിതം കുറയുന്നു എന്നുള്ളതാണ്. 37.93% അത് കുറയുകയാണ്. പക്ഷേ 2021 ആകുമ്പോൾ മറ്റിടങ്ങളിൽ രണ്ടാം പിണറായി സർക്കാരിലേക്ക് എത്തുമ്പോൾ LDF-ന്റെ വോട്ട് വിഹിതം കോഴിക്കോട്ട് കൂടുന്നു. കോഴിക്കോട് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലും ആ വോട്ട് വിഹിതം ഉയർന്നതിന്റെ പ്രതിഫലനം ഈ വോട്ടോഗ്രാഫിലും നമുക്ക് കാണാം. 46.75% നിലവിൽ LDF-ന് കോഴിക്കോട് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലുമായി ഉള്ളത്. NDA-യുടെ കാര്യം കൂടി നമുക്ക് പരിശോധിക്കാം. ഇവിടെ NDA നില മെച്ചപ്പെടുത്തുന്ന ഒരു ഗ്രോത്ത് പാറ്റേൺ ആണ് കോഴിക്കോട് മണ്ഡലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 2014 12.27% എന്ന ബേസ് വോട്ടിൽ നിന്ന് അവർ തുടങ്ങുന്നു. 2019 ആകുമ്പോൾ അത് 14.98% ആകുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ മറ്റിടങ്ങളിൽ നമ്മൾ ഇതുവരെ പരിശോധിച്ച 9 മണ്ഡലങ്ങളിലും വോട്ട് വിഹിതം 2021 ആകുമ്പോൾ കുറയുകയാണെങ്കിൽ ഇവിടെ കോഴിക്കോട്ട് അത് 15.07% നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് 15% വോട്ടുകൾ നിലവിൽ NDA-ക്ക് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്.